ഇതുവരെയുള്ള സമരത്തിലൊന്നും തന്നെ മന്ത്രിയെ ആക്രമിക്കുന്ന രൂപത്തിലുള്ള ഒരു സമരമായി മാറിയിട്ടില്ല. നിങ്ങൾ അതൊരു വ്യാഖ്യാനത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് ഇടപെട്ടു എന്ന രൂപത്തിലാണ് നിങ്ങൾ അതിനെ പറയുന്നത്. നാളെയുള്ള സമരത്തിൽ നിങ്ങൾ നിയമം കയ്യിലെടുക്കും എന്നതാണോ നിങ്ങൾ വ്യക്തമാക്കുന്നത്? അത് കണ്ടിട്ട് പറയാമെന്നൊക്കെ പറയുമ്പോഴും ഈ പറയുന്നത് വൈകാരികതയിൽ പറയുന്നില്ലല്ലോ. അതിലൊരു പ്ലാൻ ഉണ്ട്, തീരുമാനമുണ്ട്. ഇവിടെ ഒരു യാതൊരു തരത്തിലുള്ള ലക്ഷ്യബോധമില്ലാത്ത ഒരു ചർച്ച, ആ ചർച്ചയിൽ ഇരുന്ന് തനി നുണ തന്നെ പറയുന്ന ചില പങ്കെടുക്കുന്ന ആളുകൾ, അതായത് ചില പാർട്ടികളെ പ്രതിനിധീകരിച്ച് വരുന്ന ആളുകൾ. കോൺഗ്രസിന്റെ പ്രതിനിധി, UDF പ്രതിനിധി പറഞ്ഞത് CPM പ്രതിനിധി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും പരമ പുച്ഛവും കഷ്ടവും തോന്നുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പുച്ഛം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളിരിക്കുന്ന ചർച്ചയിൽ വരണ്ട. ഞങ്ങൾ വസ്തുതകൾ വച്ച് ഫാക്ട്സ് ആണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്തു ഈ നാടിന് വേണ്ടി, ഞങ്ങൾ എന്താണ് ചെയ്തത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞങ്ങളെ കൂടുതൽ ജനങ്ങൾ അംഗീകരിച്ചത്? ഞാൻ പറയട്ടെ, അല്ല ഇത് മര്യാദകേട്, അല്ല മര്യാദകേട്. 15 ഞാൻ കേട്ടിരുന്നപ്പോ താങ്കൾ ചോദിച്ചു എന്താണ് പറ്റാത്തത്. ലക്ഷ്യബോധമില്ലാത്ത ചർച്ച പറയും. എന്റെ അഭിപ്രായം ഞാൻ പറയും. താങ്കൾ മൈക്ക് ഓഫ് ചെയ്തോ? ഞാൻ പറയട്ടെ, ഇനിയുള്ള അരമണിക്കൂർ 25 മിനിറ്റ് നിങ്ങൾ പറയുന്ന മണ്ടത്തരങ്ങൾ കേട്ടിരുന്നിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ താങ്കൾക്ക് ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ താങ്കളുടെ മൈക്ക് ഓഫ് ചെയ്യാൻ പറയൂ. നിർദ്ദേശം കൊടുക്കൂ. ഞാൻ പറയുന്നില്ല. ആരൊക്കെയാണ് മണ്ടത്തരം പറഞ്ഞത്? അഡ്വക്കേറ്റ് കുമാർ, ഞാൻ പറയണം? പറഞ്ഞോളൂ. നല്ല ബുദ്ധിയുള്ള പ്രതികരണം താങ്കൾ മാത്രം നടത്തുമ്പോൾ ആരുടെയൊക്കെ മണ്ടത്തരം പറയൂ. CPM താങ്കൾ അത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കൂ സ്മൃതി പരുത്തിക്കാണേ. കാരണം CPM പ്രതിനിധി വന്ന് വായു അനക്കുമ്പോഴേക്കും താങ്കളുടെ ഈ ഒച്ചപ്പാടുണ്ടല്ലോ കേൾക്ക്. ഇവിടെ പറഞ്ഞത് ആരോഗ്യ മേഖലയിൽ കേരളം 10 എണ്ണത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടു. BJPയുടെ പ്രതിനിധിയാ പറഞ്ഞ 10 എണ്ണത്തിൽ ഉണ്ടെന്ന് പറയുന്നു. മിസ്റ്റർ BJPയുടെ പ്രതിനിധി, നിങ്ങൾ കേൾക്ക്. അവസാനത്തെ 3 വർഷം ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനത്തിനുള്ള അവാർഡ് കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് ഈ കേരളത്തിന് തന്നത്. 30 ലക്ഷം പേർക്ക്. കേരളത്തിന്റെ ജനസംഖ്യയിൽ 12 പേരെ എടുത്താൽ അതിൽ ഒരാൾക്ക് സൗജന്യ ചികിത്സ. 7000 കോടി രൂപയാണ് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത്. നിങ്ങൾ അതിൽ അവസാനത്തെ തുടർച്ചയായ 3 വർഷം 1ാം സ്ഥാനം തരികയാ. എത്ര തവണയാണ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന് കേന്ദ്രത്തിന്റെ പ്രശംസയും അവാർഡും കിട്ടിയത്? എന്നിട്ട് പറയാ 10 എണ്ണം കിട്ടുന്നതിൽ ഏതോ ഒന്ന് കേരളത്തിനുണ്ട്. ആങ്കറാണ് താങ്കളെങ്കിൽ താങ്കൾ ഇടപെടും. ഇത് കേരളത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്, കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ എല്ലാ ചർച്ചകളിലും അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ആരോഗ്യ മേഖല മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറെ മുന്നിലാണ് എന്നും അത് 9 വർഷത്തെ നേട്ടമല്ല എന്നും അത് കേരളം കാലാകാലങ്ങളായി കേരളം രൂപീകരിക്കുന്നതിന് മുമ്പേ ഉള്ള നേട്ടം ണെന്നും അതിന്റെ തുടർച്ചയുണ്ടായിട്ടുണ്ട് എന്നും 9 വർഷമായപ്പോഴേക്കും അതിനൊരു വലിയൊരു ബൂം സംഭവിച്ചു എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്നും എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളതാണ്. താങ്കൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്? ബുദ്ധിയില്ലാത്തവരുടെ ചർച്ച, ലക്ഷ്യമില്ലാത്തവരുടെ ചർച്ച. താങ്കൾ ഒരു ആങ്കർ ആണോ? ഇത്രയും പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ഞാൻ കണ്ടില്ല. താങ്കൾക്ക് ഇനി വിശദീകരിക്കാം. ഒറ്റ കാര്യം സൂചിപ്പിച്ചു. താങ്കൾ ഈ 10ൽ 1 എന്ന് പറഞ്ഞ് ചുരുക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ സമയം കഴിയട്ടെ. കോട്ടയം മെഡിക്കൽ കോളേജ് ഈ ഒരു പരാമർശം BJPയുടെ പ്രതിനിധി സംഭവിച്ച കാര്യങ്ങളെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് കേരളത്തിന്റെ മാത്രം ഇന്ത്യ ഒട്ടാകെ ഞാൻ പറയുമ്പോൾ മാത്രം ഇടപെടൽ. പറയട്ടെ. അല്ല, നിങ്ങളുടെ പറയുമ്പോൾ മാത്രം ഈ ബുദ്ധിമുട്ട്. അല്ല, ഈ ചർച്ച കേൾക്കാനുള്ള മനസ്സിലായി. താങ്കളുടെ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ പ്രതിനിധി വന്ന് പച്ചയായ കള്ളം പറയുമ്പോൾ അത് തെറ്റാണെന്ന് ഇടപെടുക, ആ മര്യാദ താങ്കൾ കാണിച്ചില്ല എന്നതാണ് പറഞ്ഞത്. അല്ല, ഒന്നും ഉണ്ടായിരിക്കാൻ പറയും അദ്ദേഹത്തോട്. ഇതാണ് ലക്ഷ്യബോധമില്ലാത്ത ചർച്ച. ഒരാൾ പറയുമ്പോഴേക്കും പറഞ്ഞു ഉടക്കി ഒച്ചപ്പാടുണ്ടാക്കും. ജനം മുഴുവൻ കേട്ടോട്ടെ എന്ന് വിചാരിക്കും. കേൾക്കൂ. ഇവിടെ ഒരു സണ്ണി കപ്പിക്കാട് വന്നു. എന്താ പറഞ്ഞ അദ്ദേഹം? മന്ത്രി വന്ന് അവിടെ പ്രതിരോധം സൃഷ്ടിച്ചു. മന്ത്രി അവിടെ വന്നിട്ട് അവിടത്തെ പരിശോധന തടഞ്ഞു. എന്താ മന്ത്രി പറഞ്ഞേ? താങ്കൾ എന്ത് നിരീക്ഷണം അത്രയും നാൾ നടത്തിയേ? ഏത് നിരീക്ഷണത്തിൽ നിന്നാ താങ്കൾ പറഞ്ഞേ? മന്ത്രിമാർ പറഞ്ഞ വാചകം ഞാൻ പറയാം. JCB കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് പരിശോധന നടത്തി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്ന വാസവൻ മിനിസ്റ്റർ പറഞ്ഞേ. അതിലെവിടെയാണ് മന്ത്രി തടഞ്ഞത്? മന്ത്രി പറഞ്ഞ എന്താ?
അല്ലല്ല അരുൺകുമാർ അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കണ്ട. അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. 3 പേർക്ക് പരിക്ക്, നിസ്സാരമായ പരിക്കെന്നുള്ളത് സാരമായ എന്ന് അറിയാതെ പറഞ്ഞുപോയി, എന്നിട്ട് നിസ്സാരമെന്ന് തിരുത്തുന്നു. ആ വാചകമടക്കം ഓർമ്മയുണ്ടെന്നേ. നിസ്സാരമായ പരിക്കുകളോടെ 3 പേരെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വേറെ കുഴപ്പമില്ല എന്ന് തന്നെയാണ് അതിൽ പറഞ്ഞത്. അതിനടിയിൽ ആരെങ്കിലും കിടക്കുന്നുണ്ടോ എന്നൊന്നും വന്നിട്ടില്ല. ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് വ്യാജ വാർത്തകൾ വെച്ച് ചർച്ച നടത്തണം 4-ാം ദിവസവും. നിങ്ങൾ നടത്തിക്കോന്നേ, നിങ്ങൾ എത്രയും നടത്തിക്കോ. ഞാൻ കുറച്ചു നേരം മിണ്ടാതിരുന്നല്ലോ. എന്താ മിണ്ടാതിരുന്നെന്താ? ഈ മണ്ടത്തരം ജനം കേൾക്കട്ടെ. ഇവിടെ 8.3 കോടിയാണ് UDFന്റെ കാലത്ത് 5 വർഷം കൊണ്ട് OP ടിക്കറ്റ് സർക്കാർ ആശുപത്രിയിൽ. എന്നാൽ 13.5 കോടിയാണ് LDFന്റെ കാലത്ത് OP ടിക്കറ്റ് 5 വർഷം കൊണ്ട്. ഏകദേശം ഇരട്ടിയോളം ഈ സർക്കാർ ആശുപത്രികൾ വന്ന് സൗജന്യ ചികിത്സ കിട്ടി താങ്കളുടെ ജീവിത ദുരന്തത്തിൽ നിന്ന് മോചനം നേടിയ ആളുകളെല്ലാം കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിനെ കുറ്റം പറയാൻ പറയുന്നവർ. അതുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ നാളെയും ചർച്ച നടത്തണം, മറ്റന്നാളും ചർച്ച നടത്തണം. ഒന്നും മിണ്ടായിരിക്കും മിസ്റ്റർ. നിങ്ങൾ എത്ര ഒച്ചപ്പാടുണ്ടാക്കിയാലും ആങ്കർ ഇടപെടില്ല. ഞാൻ സംസാരിക്കുമ്പോഴാണ് ആങ്കർക്ക് അതായത് നിങ്ങൾ ഇനിയും കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗജന്യ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സേവനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾ, ആ ജനങ്ങൾക്ക് ബോധ്യപ്പെടും ഇത്തരത്തിലുള്ള ചർച്ച കാണുമ്പോ. നിങ്ങൾ 2021 വലിയ ചർച്ച നടത്തിയില്ലേ? പൊലിപ്പിച്ചില്ലേ? എന്തൊക്കെയായിരുന്നു LDF ഗവൺമെന്റിനെ ആക്രമിക്കാൻ? എല്ലാ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെയും കൊണ്ടുവന്ന് BJP നടത്തിയ ആക്രമണം ഉണ്ടല്ലോ. കോൺഗ്രസും മാധ്യമങ്ങളും എല്ലാം എത്ര മണിക്കൂറാ മാറ്റിവെച്ച് ഈ ആങ്കർ തന്നെ എത്ര ദിവസങ്ങൾ ചർച്ച നടത്തി, എത്ര മാസങ്ങൾ ചർച്ച നടത്തി. ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ പ്രശസ്തി എന്തെന്നാ ചോദിച്ചത്? 91-ൽ നിന്ന് 99-ആയും 45%-ൽ നിന്ന് 45.3% വോട്ടായും ഈ കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ച നേടിയത് ഇടതുപക്ഷ. ഞാൻ പറയും, താങ്കൾ കേൾക്കൂ. ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ചയിലേക്ക് ഞങ്ങൾ കുതിച്ചത് നിങ്ങൾ ഈ നുണപ്രചരണവും വ്യാജ വാർത്തകളും ചമച്ചുകൊണ്ട്. എവിടെ പോയി അഡ്വക്കേറ്റ് അരുൺകുമാർ, നിങ്ങൾക്ക് തുടർ ഭരണം നൽകിയിട്ടുണ്ടെങ്കിൽ ആ തുടർ ഭരണത്തിന്റെ നേട്ടമായി വരേണ്ടിയിരുന്നത് ഇതുകൂടിയാണ്. ഒരു മരണം സംഭവിച്ചത് എങ്ങനെയാണ്? പഴകിയ കെട്ടിടങ്ങൾ ഇനിയും ഉണ്ട് അവിടെ. കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, നിങ്ങളൊന്ന് കേരളം അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കൂ. എല്ലായിടത്തും ഈ തരത്തിൽ ഇടിഞ്ഞു വീഴാറായ കെട്ടിടങ്ങളുണ്ട്. മരുന്നില്ലാത്ത മെഡിക്കൽ കോളേജുകളുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പരിശോധിക്കൂ. നേരത്തെ അവിടെ തീപിടുത്തമുണ്ടായതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് താങ്കൾ ഇത്ര നേരമായിട്ട് മറുപടി പറഞ്ഞില്ലല്ലോ. മറുപടി പറഞ്ഞോ? അതല്ലേ നവാസ് ചോദിച്ചത്? മറുപടി പറഞ്ഞോ? റിപ്പോർട്ട് എന്തായി? മറുപടി പറയാം. ഇവിടെ ലിഫ്റ്റ് കേടായി, അതുപോലെ തന്നെ തീ പിടിച്ചു. ഇതൊക്കെ പൊതു ആക്സിഡന്റ് ഉണ്ടാകാൻ പാടില്ലെന്ന് പറയാൻ അമാനുഷികമായ ശക്തി താങ്കൾക്കുണ്ടോ? ആക്സിഡന്റ് ഉണ്ടാകും, അതിനെ ഫലപ്രദമായി നേരിടുക എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പറയട്ടെ, ഞാൻ പറയാം കൃത്യമായിട്ട്. ഷോർട്ട് സർക്യൂട്ടുമായിട്ടുള്ള തീപിടുത്തമുണ്ടായെന്നും അവിടെ ആളുകൾ മരിച്ചെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൃത്യമായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നുണവാർത്ത, വ്യാജ വാർത്ത നിങ്ങൾ ചർച്ച ചെയ്യ്. 1, 2, 3 മണിക്കൂർ ചർച്ച ചെയ്യ്. ഇന്നലെ പാർട്ടി ജനറൽ സെക്രട്ടറി പറയുന്നു ഡോക്ടർ ഹാരിസ് പറഞ്ഞതിൽ ഗൗരവതരമായ വിഷയങ്ങളുണ്ട്. അതോടൊപ്പം മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട്. കേരളം മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മുന്നിലാണെങ്കിലും പ്രശ്നങ്ങളുണ്ട്. ആ വാചകമാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അരുൺകുമാർ. അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നാണ് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതെങ്ങനെ ശരിയാവും? നമ്മുടെ കൺമുന്നിലെ കാഴ്ചകളല്ലേ. ഇതിൽ എന്തിനാണ് നിങ്ങൾ ശത്രുതാഭാവത്തോട് മറുപടി നൽകുന്നത്? ഒരാളും പ്രശ്നങ്ങളില്ലെന്ന് പറഞ്ഞില്ല. പറഞ്ഞു ഉടനെ നിങ്ങൾ നേട്ടങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതാണ് പ്രശ്നം. ഓരോന്നിനും ഓരോ സമയമുണ്ട് അഡ്വക്കേറ്റ് അരുൺകുമാർ. നിങ്ങളുടെ നേട്ടങ്ങളും ഡേറ്റയും പറയേണ്ട സമയമല്ല ഒരു മരണ ദിവസം. അന്നല്ല ഈ ഡേറ്റയുമായി പറയേണ്ടത്. മരിച്ച മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് 2013-ൽ നൽകിയ പരാതി കൊണ്ടുവരാൻ മന്ത്രിക്ക് എങ്ങനെ സാധിച്ചു? മന്ത്രിക്ക് ആ സമയത്ത് ആ അപകടവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വിവരമല്ലേ കൊണ്ടുവരേണ്ടത്? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? രാഷ്ട്രീയമായി നിങ്ങളും കാണുകയാണ്. നിങ്ങൾ ഇതിനെ വെറും രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്, മനുഷ്യത്വപരമായിട്ടല്ല ഇതിനെ കാണുന്നത്. അവിടെയാണ് വിഷയം. അല്ലല്ല, ഒരു രാഷ്ട്രീയപരമായിട്ട് ഒറ്റ മിനിറ്റ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മനുഷ്യത്വം പഠിക്കേണ്ട. ഞങ്ങൾ മനുഷ്യത്വം കൃത്യമായി പഠിച്ചോളാം. നിങ്ങൾ പഠിക്കുകയും ചെയ്യും. നിങ്ങളിൽ നിന്ന് പഠിക്കേണ്ട. തെറ്റു പറയുമ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഒറ്റ മിനിറ്റ്. അതായത്
ഇവിടെ ഒരു ഡോക്ടർ അവർക്ക് ഉപകരണം കയ്യിലില്ല അല്ലെങ്കിൽ ഉപകരണത്തിന് കേടുവന്നു എന്ന് കൃത്യമായി ഫേസ്ബുക്കിൽ കുറിച്ചപ്പോൾ 2 ദിവസം കൊണ്ട് വന്നില്ലേ ഹൈദരാബാദിൽ നിന്ന്? ഈ കയ്യിലിരിക്കുന്ന സാധനം എന്താണെന്നറിയോ? 8/5/2025 അതായത് ഈ ഡോക്ടർ ഫേസ്ബുക്കിൽ കുറിക്കേണ്ട വന്നു 1.5 മാസം മുമ്പ്. ഒരു ഡോക്ടർ ഫേസ്ബുക്കിൽ കുറിക്കേണ്ടി വന്നു. എത്ര ഡോക്ടർമാർക്ക് ആ ധൈര്യമുണ്ട്? നിങ്ങൾ ഭയപ്പെടുത്തുകയല്ലേ? കേൾക്കൂ മിസ്റ്റർ, നിങ്ങൾ ഭയപ്പെടുത്തുകയല്ലേ? ഒരു ഡോക്ടർ ഫേസ്ബുക്കിൽ കുറിക്കേണ്ടി വന്നു. ഞങ്ങൾ ഇപ്പോ പ്രതിഷേധിക്കുന്നവർക്കകത്ത് ശബ്ദം ഉണ്ടാക്കുന്നതിലേക്ക് ഞങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? സ്മൃതി എന്തിനാ ഇയാൾക്ക് സംസാരിക്കുന്നത്? ഞങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? കേരളത്തിന്റെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ മുഴുവൻ പിതൃത്വം ഈ കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് LDF ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതൊന്നും കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. എല്ലാ കാലത്തും ഈ കേരളത്തിൽ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ മെഡിക്കൽ കോളേജിലും 100 കോടി രൂപയ്ക്കധികം രൂപ വീതം കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം അല്ല 7000 കോടി രൂപ മറുപടി നൽകിയില്ല. അരുൺ എനിക്ക് മറുപടി നൽകിയില്ല. ഇവിടെ പ്രശ്നങ്ങളുണ്ട് എന്ന് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നില്ല. ഇവിടെ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഉടനെ നേട്ടവും നിങ്ങൾ താരതമ്യമായിട്ട് വരികയാണ്. ഇടപെടാൻ സൗകര്യമില്ല. ഞാനിവിടെ താങ്കൾ ചോദിച്ച കേൾക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പറയാം. അല്ല അദ്ദേഹം 1.5 മാസം മുമ്പാണ് സംഭവം നിൽക്കുന്നത്. 1.5 മാസം മുമ്പാണ്. ഞാൻ സാധാരണ മിണ്ടാതിരിക്കുന്നവരുടെ ഞാൻ മിണ്ടാതിരിക്കുന്ന 1/2 മണിക്കൂറായി നിങ്ങളുടെ ഈ കോലം കെട്ട് തുടങ്ങിയിട്ട്. നിങ്ങൾ ഒന്നെങ്കിൽ പറയാനുള്ള കാര്യങ്ങൾ പറയാം. നിങ്ങൾ എത്ര വേണമെങ്കിലും ഒച്ച എടുത്തോ? അരുൺ പങ്കെടുക്കുന്ന ചർച്ചയിൽ ഈ അരുൺ പങ്കെടുക്കുന്ന ചർച്ചയിൽ നമ്മളെ വിളിക്കരുത്. ചുമ്മാ സാധനമില്ല, ഒരു രാഷ്ട്രീയ മര്യാദ ഇല്ലാതെ ഇങ്ങനെ ചർച്ച. സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. സ്മൃതി ഈ ഉത്തരം പറയണമെങ്കിൽ നിങ്ങൾ അവരോട് മിണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ചർച്ചയിൽ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.